പ്രമേഹമുള്ളവർ ഒഴിവാക്കേണ്ട 5 കേരളീയ ഭക്ഷണം ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട പൊറോട്ടയാണ്. കാരണം പൊറോട്ട എന്നുള്ളത് എന്താണ്? മൈദ വെച്ചുണ്ടാക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? കേരളത്തിൻ്റെ തനത് പുട്ട്. അടുത്ത പുട്ട് കഴിഞ്ഞാലോ മൂന്നാം സ്ഥാനത്തോ ഇടിയപ്പം അഥവാ നൂൽപുട്ട്. 4-ാം സ്ഥാനത്ത് കേരളത്തിൻ്റെ തന്നെ തനത് ഭക്ഷണമായ ആപ്പം. 5-ാം സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ വളരെ ട്രെൻഡി ആയി മാറിയ ഭക്ഷണമാണ് ഏതാണ്? കുഴിമന്തി. അപ്പോൾ ഈ ഭക്ഷണങ്ങളിലെല്ലാം എന്താ ഉള്ള പ്രശ്നം എന്താണ്? അരിപ്പൊടി അഥവാ മൈദാപ്പൊടിയാണ് ഇതിനകത്തെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അരിപ്പൊടി മൈദാപ്പൊടി എന്ന് പറയുന്നത് ഇതിനകത്ത് ഫൈബർ അഥവാ നാരംശം തീർത്തും തന്നെ ഇല്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ഗ്ലൂക്കോസ് പൊടിയായിട്ട് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ് ഈ ഭക്ഷണങ്ങളിൽ. നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും രക്തത്തിലെ ഗ്ലൂക്കോസ് ഗണ്യമായി തന്നെ വർധനവിലോട്ട് അത് നയിക്കുകയും തന്നെ ചെയ്യും. അപ്പോൾ പ്രമേഹമുള്ളവരുടെ പ്രമേഹ നിയന്ത്രണം നഷ്ടപ്പെടുത്തുവാൻ ഇതുപോലത്തെ ഭക്ഷണങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട്.